ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾ നോക്കുന്നത് നൗൺസ്. ഓക്കെ, എന്താണ് ഈ നൗൺ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പല ബേസ് തൊട്ട് നോക്കുന്നോണ്ടാണ് കേട്ടോ നമ്മൾ നൗൺ തൊട്ട് അല്ലെങ്കിൽ ഈ നൗൺ എന്താണ് എന്നുള്ള കാര്യം മുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് നൗൺ എന്നുള്ളത് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സോ നൗൺ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് ഈ നൗൺ എന്ന് പറയുന്നത്. അതായത് നൗൺ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ്. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നെയിമിംഗ് വേർഡ്. നൗൺ എന്ന് പറയുന്നത് ഒരു നെയിമാണ്. ഓക്കെ, ഒരു നെയിമിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെയിമിംഗ് വേർഡ്. എന്തിന്റെയെങ്കിലും ഒരു പേരാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇനി എന്തിന്റെയെങ്കിലും എന്ന് നമ്മൾ പറഞ്ഞു, അത് എന്തിന്റെയൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. നമ്മൾ നൗൺ നോക്കുവാണ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു നൗണ് എന്താണെന്ന് നമ്മൾ നോക്കുവാണ്. ഓക്കെ, യെസ്. സോ നൗൺ, ആസ് ഐ സെഡ്, നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു നെയിമിംഗ് വേർഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിൽ നൗൺ എന്ന് കിടപ്പുണ്ട്. അതായത് നമ്മുടെ സിലബസ്, നമ്മുടെ എക്സാമിന്റെ പോർഷനകത്ത് എറർ സ്പോട്ടിംഗ് സെന്റൻസ്, അതുപോലെ തന്നെ അതിൽ ഗ്രാമർ, നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നൗൺ. അപ്പൊ അതിന്റെ ബേസ് തൊട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ നിങ്ങൾ ചോദിക്കുക കേട്ടോ. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നൗൺ, ഞാൻ പറഞ്ഞു നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ് ആണ്. ഇനി എന്തിന്റെയൊക്കെ പേരാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നൗൺ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പേരാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ദാ നമ്മുടെ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. ഓക്കെ, പീപ്പിൾ അല്ലെ വേണ്ട? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പീപ്പിൾ മാറ്റിയിട്ട് പേഴ്സൺസ് എടുക്കാൻ പോവാണ്. അപ്പം കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവും. പേഴ്സൺ, ആളുകളുടെ പേര് ഒരു നൗണിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗണിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പറയാണ് അശ്വതി, കീർത്തന, അലൻ, ഗോകുൽ, ഇതൊക്കെ എന്താണ്? നൗണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ആളുകളുടെ പേര് മാത്രമല്ല, നൗൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ പേര് മാത്രമല്ല, വസ്തുക്കളുടെ പേര് വരും. ഓക്കെ, ഒബ്ജക്ട്സിന്റെ പേര് വരും. ഒബ്ജക്ട്സ്, നമ്മളൊരു ആളുടെ പേര് മാത്രമല്ല, ഒബ്ജക്ട്സിന്റെ പേരും നൗൺ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ആനിമൽസിന്റെ പേര്, അതുപോലെ സ്ഥലങ്ങളുടെ പേര്, ഇതെല്ലാം നൗണിന് എക്സാമ്പിൾ ആണ്. സോ നൗൺ എന്ന് പറഞ്ഞാൽ യെസ്. ഓക്കെ, ഇപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആളുകളുടെ പേര് വരും, ഒബ്ജക്ട്സിന്റെ പേര് വരും, ആനിമൽസ്, അതുപോലെ പ്ലേസ്, ഇതെല്ലാം നൗണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് കാണണമെങ്കിൽ ഞാൻ ബാക്കിലേക്ക് പോയാലേ എനിക്ക് കമന്റ്സ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, പേരാകാം, ഇതൊക്കെ നൗണിന് എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുവാണ് നൗണിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇനി പറയാൻ പോവാണ് കേട്ടോ. ഞാൻ ലിങ്ക് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, കളറ്. യെസ്, ഇപ്പൊ ആളുകളുടെ പേരെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ പറയാണ് ഒരു എക്സാമ്പിൾ. പറഞ്ഞോളൂ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലല്ലോ. ആർക്കും കാണാൻ പറ്റുന്നു? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണേ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ നോക്കാം. ഓക്കെ, സോ ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് സാറ.
ഒരാളുടെ പേരാണ് അല്ലേ. അതുപോലെ റീച്ചൽ, ടോം, ഇതൊക്കെ നൗണിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഒബ്ജക്ട്സ് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ചുറ്റും എത്ര ഒബ്ജക്ട്സ് ആണ് കിടക്കുന്നത് അല്ലെ. ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാല് ഇഷ്ടംപോലെ ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ ചിലപ്പോൾ ക്ലാസ് പലരും അറ്റൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലായിരിക്കും. അപ്പൊ ഫോൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും, ലാപ്ടോപ്പിലായിരിക്കും. അതൊക്കെ ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു ബുക്ക് ഉണ്ടാകും, ആ ബുക്ക് എന്ന് പറയുന്നത് നൗൺ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ പെൻ, ബോട്ടിൽ, ഇതെല്ലാം നൗണിന് എക്സാമ്പിൾ ആണ്. ദെൻ ആനിമൽസ്. ആനിമൽസ് എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിലാണ് ബേർഡ്സ് വരുന്നത്, അക്വാട്ടിക് ആനിമൽസ് വരുന്നത്, റെപ്റ്റൈൽസ് വരുന്നത്. ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. ആനിമലിന്റെ ഈ ഒരു കാറ്റഗറിയിലാണ് ബേർഡ്സും അക്വാട്ടിക് ആനിമൽസും എല്ലാം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ക്രോ, ലയൺ, ഫ്രോഗ്. ഇനി റെപ്റ്റൈൽസ് ആയിക്കോട്ടെ, ഇൻസെക്ട്സ് ആയിക്കോട്ടെ, എല്ലാം ഈ ആനിമൽ എന്ന ഒരു ഒറ്റ കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അവരെ എല്ലാം പറയുന്നത്. ഓക്കെ, സോ ആനിമലിന്റെ ഈ ഒരു ഒറ്റ കാറ്റഗറി എന്ന് പറയുന്ന ആനിമൽസ് മാത്രമല്ല, ബേർഡ്സ് വരും, ദെൻ നമുക്ക് അക്വാട്ടിക് ആനിമൽസ് വരും, ഇൻസെക്ട്സ് വരും, റെപ്റ്റൈൽസ് വരും. ഇതെല്ലാം ഈ ഒരു കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്ലേസ്. പ്ലേസ് എന്ന് പറയുമ്പോൾ സ്ഥലങ്ങൾ അല്ലെ. അതായത് നമുക്ക് സ്ഥലമായിട്ട് ഇപ്പൊ എടുക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ പറയാണ് ലണ്ടൻ, കേരള, ഇന്ത്യ. ഇതൊക്കെ സ്ഥലത്തിന്റെ പേരുകളാണ് അല്ലെ. ഞാൻ പറയാണ് കാനഡ അല്ലെങ്കിൽ ജർമ്മനി. ഇതെല്ലാം നൗൺ എക്സാമ്പിൾ ആണ്. അപ്പോ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മിക്ക വേർഡ്സും നൗൺ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ചുറ്റുമുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പേരുകൾ പറയുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നൗണിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു നെയിമിംഗ് വേർഡ് ആണ്. അത് ഏതിന്റെയൊക്കെ പേരാണ്? ആളുകളുടെ പേരാണ്, വസ്തുക്കളുടെ പേരാണ്, അതുപോലെ തന്നെ ആനിമൽസിന്റെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേരായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഈ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? നൗൺ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഓക്കെ, സോ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 2 പേജ് ആയിട്ട് എടുത്തതേ ഉള്ളൂ. അത് ഇത് തന്നെ എക്സാമ്പിൾസ് തന്നെ നമ്മൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നൗൺസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്നതിൽ നൗൺസ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യത്തെ സെന്റൻസ്, കൗ മിൽക്ക് ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹെൽത്ത്. ഇതിന്റെ അകത്ത് നൗൺ ഏതാണ്? Cow milk is beneficial for health. കൗ എന്ന് പറയുന്നതും മിൽക്ക് എന്ന് പറയുന്നതും ഇവിടെ നൗൺ ആണ്. ആൻഡ് അത് മാത്രമല്ല നമുക്ക് ഇവിടെ നൗൺ ആയിട്ടുള്ളത്. ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നതും നൗൺ ആണ്. അത് എന്ത് ടൈപ്പ് നൗൺ ആണെന്ന് നമ്മൾ ഇനി കാണും. ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കും. സോ കൗ, മിൽക്ക്, ഹെൽത്ത്. ഇനി അടുത്തതിൽ ഏതൊക്കെയാണ് നൗൺ? അടുത്ത സെന്റൻസിൽ, സെക്കൻഡ് സെന്റൻസിൽ ഏതൊക്കെയാണ് നൗണ്? ഗിത്താർ. ഒരു ഒബ്ജക്റ്റിന്റെ നെയിം അല്ലേ ഗിത്താർ. സോ ഗിത്താർ എന്ന് പറയുന്നത് അഗെയിൻ നൗണിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ മൈ മദർ വർക്ക്സ് ഇൻ എ സ്കൂൾ. 2 നൗൺസ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? ഒന്ന് മദർ. മദർ എന്ന് പറയുന്നത് നൗണിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ സ്കൂൾ എന്ന് പറഞ്ഞ അതും എക്സാമ്പിൾ ആണ്. ഡു യു ലിവ് ഇൻ അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം നൗൺ എക്സാമ്പിൾ അല്ലേ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എന്ന് പറയുന്നത് നൗൺ ആണ്. ദെൻ ഈസ്റ്റ് എന്ന് പറയുന്നതും നൗൺ ആണ്. ഇത് രണ്ടും നൗണിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? അടുത്ത എക്സാമ്പിൾ അടുത്ത് നമുക്ക് നോക്കാം. ഡോഗ്സ് ആർ വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽസ്. ഡോഗ്സ് ആർ
വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽസ്. ഇവിടെ ഡോഗ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആനിമൽസ് എന്ന് പറയുന്നതും നൗണിന് എക്സാമ്പിൾ ആണ്. ഷീ വർക്ക്സ് ഇൻ എ ഗാർഡൻ ഡെയിലി. ഇവിടെ ഏതാണ് നൗണിന്റെ എക്സാമ്പിൾ? ഗാർഡൻ എന്ന് പറയുന്നതാണ് നൗണിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഗാർഡൻ. അടുത്ത നമുക്ക് നോക്കാം. ഗാർഡൻ കഴിഞ്ഞു. The ball smashed through the window. The ball smashed through the window. ഇവിടെ ഉണ്ട് ബോൾ എന്ന് പറയുന്നതും വിൻഡോ എന്ന് പറയുന്നതും നൗണിന് എക്സാമ്പിൾ ആണ്. ബോത്ത് ബോൾ ആൻഡ് വിൻഡോ. അടുത്ത നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. There are lots of animals in the Amazon jungle. There are lots of animals in the Amazon jungle. Amazon jungle എന്ന് പറയുന്നതും ആനിമൽസ് എന്ന് പറയുന്നതും നൗൺ ആണ്. അടുത്തത് my mother cooks delicious food. ഫുഡ് എന്ന് പറയുന്നതും മദർ എന്ന് പറയുന്നതും നൗണിന് എക്സാമ്പിൾ ആണ്. അഗെയിൻ നെക്സ്റ്റ്, my mother cook delicious food. നമ്മളിപ്പോ കണ്ട സെന്റൻസ് തന്നെയാണ്. ഡെലീഷ്യസ് ഫുഡ്, ഫുഡ് എന്ന് പറയുന്നതും മദർ എന്ന് പറയുന്നതും രണ്ടും എക്സാമ്പിൾ ആണ്. അടുത്തത് ഷീ പുട്ട് ദ മിൽക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ ലാസ്റ്റ് നൈറ്റ്. റെഫ്രിജറേറ്റർ, മിൽക്ക്, നൗൺ എക്സാമ്പിൾ അല്ലേ? ദാറ്റ് വാസ് എ ഹൊറർ മൂവി ഐ വാച്ച്ഡ് യെസ്റ്റർഡേ. യെസ്, മൂവി, ഹൊറർ മൂവി എന്ന് പറയുന്നത് എന്താണ്? നൗൺ എക്സാമ്പിൾ ആണ്. ദ കളേഴ്സ് ഓഫ് ദ ഇന്റീരിയർ വാൾസ് ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. കളേഴ്സ് എന്ന് പറയുന്നതും വാൾസ് എന്ന് പറയുന്നതും രണ്ടും നൗണിന് എക്സാമ്പിൾസ് ആണ്. അഗെയിൻ അടുത്തത് നമുക്ക് നോക്കാം. യെസ്, ഹി ഹാസ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്. ഗോഡ് എന്ന് പറയുന്നതും ഫെയ്ത്ത് എന്ന് പറയുന്നതും രണ്ടും നൗണിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ കുറച്ചധികം എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. കുറച്ചൊന്നൊന്ന് ഫെമിലിയർ ആവാനായിട്ട് നമുക്ക് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു വിഷയം എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒരു സെന്റൻസിൽ ഒരു നൗൺ കണ്ടു കഴിഞ്ഞാൽ അത് നൗൺ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. കാരണം നമ്മൾ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇത് ഏതാണ് അല്ലെങ്കിൽ ആ വേർഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നോക്കാം ബാക്കി. അല്ല മാം, ഈ ഫെയ്ത്ത് എങ്ങനെ നൗൺ ആവുക? അതിനെ പറ്റി ഞാൻ പറയാം കേട്ടോ. ഫെയ്ത്ത് അത് എന്ത് ടൈപ്പ് നൗൺ ആണെന്ന് നമ്മളിപ്പോ പറയും, അടുത്തതിൽ ഞാൻ പറയാം കേട്ടോ. നൗൺ ഇപ്പൊ ഇത്ര ഓർത്താൽ മതി. നൗൺ എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേര്, വസ്തുക്കളുടെ പേര്, സ്ഥലങ്ങളുടെ പേര് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ നമുക്ക് ഒരു കാറ്റഗറിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മളിതാ ഇപ്പൊ പറയും. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇതിലൂടെ നമുക്ക് നോക്കാം. ജംബോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദിസ് അക്കാഡമി. ജംബോ, ജംബോ എന്ന് പറയുന്നത് നൗൺ ആണ്, ആളുടെ പേരാണ് അല്ലെ. ഡാൻസർ, അക്കാഡമി, ഇത് മൂന്നും നൗണിന് എക്സാമ്പിൾ ആണ്. ഐ ആം ലിവിംഗ് ഫോർ പാരീസ് ദിസ് വെനസ്ഡേ. പാരീസ് എന്ന് പറയുന്നത്, വെനസ്ഡേ എന്ന് പറയുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സും ഈസ് വർക്കിംഗ് ഇൻ ആൻ ഇന്ത്യൻ എംബസി. Noun, English is the first language. English, then language that I learned when I was a baby. Baby എന്ന് പറയുന്നത് noun. The Statue of Liberty is situated in the United States. The Statue of Liberty, noun ആണ്. The United States, noun ആണ്. ഇനി നമുക്ക് നൗണിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. അതില് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞതില് ഒന്നില് നമ്മളിപ്പോ ആദ്യം പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷനില് നൗണിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 ടൈപ്പ് ആയിട്ട് നമ്മൾ നൗണിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, 5 ടൈപ്സ് ഓഫ് നൗൺസ്. സോ അതില് ആദ്യത്തെ ടൈപ്പ് ദാറ്റ് ഈസ് കോമൺ നൗൺ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ കോമൺ നൗൺ, ടേബിൾ, വാട്ടർ ബോട്ടിൽ, വുമൺ, ചൈൽഡ്, ബ്രദർ, മങ്കി, ലയൺ, ഇതൊക്കെ കോമൺ നൗൺ എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ നൗൺ എന്തായിരിക്കും? കോമൺ നൗൺ എന്ന് പറഞ്ഞാല് ബേസിക്കലി ഈ പേരിൽ നിന്ന് നമുക്ക് എല്ലാ ടൈപ്പും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നൗണിന്റെ പ്രത്യേകതയാണ്. നമുക്ക് കൂടുതൽ ഒത്തിരി ഇങ്ങനെ പഠിച്ചു വെക്കാനൊന്നുമില്ല. ആ ഓരോ നൗണിന്റെ പേരിൽ നിന്ന് തന്നെ
നമുക്കത് എന്ത് ടൈപ്പ് നൗൺ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അടുത്തത് കോമൺ നൗൺ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ പേര് തന്നെയുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ, അതായത് ഇപ്പൊ ഒരാളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ടേമിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു വസ്തുവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടോ എടുത്തു പറയില്ല. ഇന്ന വസ്തുവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന് നമ്മൾ എടുത്തു പറയില്ല. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ജനറൽ ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ പല ടൈപ്പ് ടേബിൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഏത് ടൈപ്പ് ആണെന്ന് ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഏത് കളർ ആണെന്ന് പറയുന്നില്ല. ജനറൽ ആയിട്ട് ടേബിൾ എന്ന് പറയുന്നേ ഉള്ളൂ. അത് കോമൺ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേബിൾ എന്ന് പറയുന്ന പേര്. സോ ടേബിൾ ഒരു കോമൺ നൗൺ എക്സാമ്പിൾ ആണ്. വാട്ടർ ബോട്ടിൽ പല ടൈപ്പ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പല ടൈപ്പ് വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ ഏത് ടൈപ്പ് ആണെന്നൊന്നും പറയുന്നില്ല. ജനറൽ ആയിട്ട് ജസ്റ്റ് വാട്ടർ ബോട്ടിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് വുമൺ, ചൈൽഡ്, ബ്രദറിന്റെ പേര് പറയുന്നില്ല. പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കോമൺ നൗൺ ആവുന്നില്ലായിരുന്നു. സ്പെസിഫൈ ചെയ്ത ഒരാളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് കോമൺ നൗൺ ആവില്ല. ജനറൽ ആയിട്ട് പറയുമ്പോഴാണ് അതിന് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. അഗെയിൻ monkey, lion, girl, boy, male, സിറ്റി. ഇവിടെ ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഏത് സിറ്റി ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയോ? ഇല്ല, നമ്മൾ ജസ്റ്റ് സിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി എനി സിറ്റി, ഏത് സിറ്റി വേണമെങ്കിലും ആകാം. ബീച്ചിന്റെ പേര് നമ്മൾ പറയുന്നില്ല. സോ അവിടെയും ഏത് ബീച്ച് വേണമെങ്കിലും ആകാം. അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ കോമൺ നൗണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ഒന്നിനെയും അല്ലെങ്കിൽ ഒന്നിനെ പറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, എല്ലാം ജനറൽ ആയിട്ട് പറയുകയാണ്. മൂവി, ഏത് മൂവിയാണെന്ന് പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ മൂവി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാർ, ഷൂസ്, ബുക്ക്, പെൻസിൽ, ഗെയിം, ഫാമിലി, ഡേ, ഏത് ഡേ ആണെന്ന് പറയുന്നില്ല. നമുക്ക് 7 days ഉണ്ട് അല്ലേ, അതിൽ ഏത് ഡേ ആണെന്ന് പറയുന്നില്ല. ഡിസ്ട്രിക്ട് എന്ന് പകരം നമ്മളിപ്പോ കൊല്ലം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ ആലപ്പുഴ, അതല്ലെങ്കിൽ കോട്ടയം എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ പേര് പറയുന്നുണ്ട്. ഇവിടെ പക്ഷെ പേര് പറയുന്നില്ല, വെറുതെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നേ ഉള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി എനി ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്ട് വേണമെങ്കിലും അത് ആകാം. ജംഗ്ഷന്റെ പേര് പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ബസ് സ്റ്റാൻഡ്, ക്ലിനിക്, സ്റ്റോർ, പ്ലേ ഗ്രൗണ്ട്, ഓറഞ്ച്, കുക്കുംബർ, ത്രെഡ്, പാൻറ് അല്ല കേട്ടോ, പാൻസ് എന്നാണ് പറയുന്നത്, പാൻസ്. ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് നൗണിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ടേംസ് ആണ് ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാതെ ജനറൽ ആയിട്ട് പറയുന്ന പേരിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആണോ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമൺ നൗണില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത്, അപ്പൊ കോമൺ നൗണ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കാരണം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. അടുത്തത് നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പിന്നെ നോക്കാം. ജസ്റ്റ് നോക്കാം. പ്രോപ്പർ നൗൺ, അടുത്ത് നമ്മൾ പറയുന്നത് പ്രോപ്പർ നൗൺ. ഇവിടെ പേരിൽ തന്നെ ഉണ്ട് നമുക്ക് എന്താണ് പ്രോപ്പർ നൗൺ എന്ന്, ആ പേരിൽ തന്നെ പറയുന്നുണ്ട്. സോ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർ ആയിട്ട് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി സ്പെസിഫൈ ചെയ്ത് പറയും. നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഒരു കൺഫ്യൂഷനും അവിടെ നിലനിൽക്കില്ല. ലക്ഷദ്വീപ് ഐലൻഡ്സ്, ഏതെങ്കിലും ഒരു ഐലൻഡിനെ പറ്റി അല്ല പറയുന്നത്. ഇവിടെ ഏത് ഐലൻഡ് ആണെന്ന് ക്ലിയർ ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ലക്ഷദ്വീപ് ഐലൻഡ്. ഏതെങ്കിലും ഒരു ഐലൻഡിനെ പറ്റിയല്ല പറയുന്നത്, ലക്ഷദ്വീപിനെ പറ്റിയിട്ടാണ്. അഗെയിൻ രവിശങ്കർ, ഏതെങ്കിലും ഒരു മാനിനെ പറ്റിയല്ല. വെറുതെ മാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആകില്ലായിരുന്നു, അത് കോമൺ നൗണേ ആകുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു നൗണിനെ പറ്റിയല്ല പറയുന്നത്. Here we are talking about
പ്രോപ്പർ നൗൺ എന്നാണ് നമ്മളിവിടെ എടുത്തു പറയുവാണ്. ഇറ്റ് ഇസ് പ്രോപ്പർ നൗൺ. ഓക്കെ, എഗെയിൻ അടുത്ത നമുക്ക് നോക്കാം. നമ്മളിതാ അടുത്ത നോക്കുന്നു. സീത സുരേഷ്, വിമൻ അല്ല, ഏതെങ്കിലും ഒരു വുമൺ അല്ല, സീത സുരേഷ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. അങ്ങനെ ഒരാളുടെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ. ദ വൈറ്റ് ഹൗസ്, ദ ജൂപ്പിറ്റർ. വെറുതെ പ്ലാനറ്റ് എന്നായിരുന്നെങ്കിൽ അത് കോമൺ നൗണെ എക്സാമ്പിൾ ആവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് വെറുതെ പ്ലാനറ്റ് എന്നാണോ? അല്ല, നമ്മൾ എടുത്തു പറയുവാണ് ഏത് പ്ലാനറ്റ് ആണെന്ന്. ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ക്വീൻ എലിസബത്ത്. ക്വീന്റെ പേര് നമ്മൾ എടുത്തു പറയുന്നുണ്ട് അല്ലേ? ഏത് ക്വീൻ ആണ്? ക്വീൻ എലിസബത്ത്. എലിസബത്ത് എന്ന ക്വീൻ ആണ് നമ്മൾ പറയുന്നത്. അഗെയിൻ അടുത്തത് നമുക്ക് നോക്കാം. ദ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ഏത് സ്കൂളാണ്? ഇപ്പൊ വെറുതെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗണിന് എക്സാമ്പിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ വെറുതെ ഒരു സ്കൂളിനെ പറ്റി അല്ല പറയുന്നത്. ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെ പറ്റിയിട്ടാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് ഡെൻമാർക്ക്. ഏതെങ്കിലും സ്ഥലമാണോ? അല്ല, ദാറ്റ് ഇസ് ഡെൻമാർക്ക്. ദെൻ ദ താജ് ഹോട്ടൽ. വെറുതെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗണും ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ. ഓക്കെ, അടുത്തത് ദ താജ് ഹോട്ടൽ. ദ താജ് ഹോട്ടൽ നമ്മൾ കണ്ടു. ദ സൺ. ദ സൺ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡി അല്ല, ദ സൺ. സണ്ണിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ അതും പ്രോപ്പർ ആണ്. ദ ഇന്ത്യ ഗേറ്റ്, മിസ്റ്റർ ഡീൻ, സാറ, നോർത്ത് അമേരിക്ക എല്ലാം സ്പെസിഫൈ ചെയ്യുകയാണെ. ഓസ്ട്രേലിയ, ന്യൂ ഓർലിയൻസ്, വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റിയാണ് പറയുന്നത്. സോ സ്പെസിഫൈ ചെയ്യുന്നു. സെപ്റ്റംബർ മാസം ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഫ്രൈഡേ, ഓപ്പോ, സാംസങ്, ഡച്ച്, പോർച്ചുഗീസ്, ഉറുദു, ഇവിടെ എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയോ അല്ലെങ്കിൽ വസ്തുവിനെയോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പ്രോപ്പർ നൗണ് ഓക്കെ ആണോ? ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ ഇരുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറയാതിരുന്ന ഒരു നൗണിന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്നൊക്കെ നമ്മൾ പറയാം. സാധാരണ നമ്മൾ നൗണിനെ പറ്റി പറയുമ്പോൾ നൗണിന്റെ 4 കാര്യങ്ങളാണ് പറയുന്നത്. നൗണ് ആളുകളെ പറ്റി പറയും. നെയിം, പ്ലേസ്, ആനിമൽ, അതുപോലെ തന്നെ ഒബ്ജക്ട്. ഈ 4 എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും പറയാം. ഇനി അവിടെ ഒന്നും പറയാത്തൊരു കേസാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ടൈപ്സ് ഓഫ് നൗൺസിൽ നമ്മൾ പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നൗണിന്റെ ഒരു കേസാണ്. സോ ഡിഫറെന്റ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് അല്ലെ? അതായത് അബ്സ്ട്രാക്ട് നൗൺ നമ്മുടെ 3ാമത്തെ ടൈപ്പാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ ഇതും നമുക്ക് ആ പേര് പറയുന്നത് പോലെ തന്നെയാണ് ഈ നൗൺ. സോ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് നമുക്ക് കാണാൻ പറ്റുമോ? അബ്സ്ട്രാക്ട് ആയിട്ടിരിക്കുമോ നമ്മൾ പറയും. സോ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. നമുക്കതിനെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് നമുക്കതിനെ കാണാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല. നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് നമുക്കതിനെ കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ ഒന്നും പറ്റില്ല. അതായത് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ അതിന് ഫിസിക്കലായിട്ട് ഒരു ഫോം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് നമ്മളിപ്പോ ഒരാളെ പറ്റി പറയുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ ഒരു തോട്ട് ആകാം, അതും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി പറയുന്ന ഒരു ക്വാളിറ്റി വേണമെങ്കിലും ആകാം. അപ്പോ ഇതിന് ഫിസിക്കലായിട്ട് ഫോം ഉണ്ടായിരിക്കില്ല, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കലായിട്ട് എക്സിസ്റ്റൻസ് മാത്രമല്ല അവിടെ മീൻ ചെയ്യുന്നത്, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഫോമോ അപ്പിയറൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഞാൻ പറയാണ് ഈ കുട്ടി വളരെ പങ്ക്ച്വൽ ആണെന്ന് പറയാണ്, പക്ഷെ ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്
നമുക്കൊരു ഷോപ്പിൽ ചെന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ പങ്ക്ച്വാലിറ്റി? അല്ല. നമുക്കതിനെ ഷോപ്പിൽ ചെന്നിട്ട് ചേട്ടാ ഒരു 5 കിലോ പങ്ക്ച്വാലിറ്റി വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ? അപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മള് ജനറൽ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല, പക്ഷേ അവിടെ ഒരു ഫിസിക്കൽ ആയിട്ട് ഒരു ഫോം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഫിസിക്കൽ ഫോം ഇല്ല, പക്ഷെ നമ്മൾ അതിനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതൊരാൾക്ക് വരുന്ന ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ ക്വാളിറ്റി ആകാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഫെയ്ത്ത് എന്നത് ഒരു നൗൺ ആയിട്ട് എടുത്ത്. അപ്പം ഒരു ഡൗട്ട് വന്ന് ചോദിച്ചായിരുന്നു അല്ലേ? അതിപ്പം ക്ലിയർ ആയല്ലോ. നമുക്ക് നോക്കാം. ഗ്ലോറി, ഓണർ, കറേജ്, ലവ്, ട്രൂത്ത്, honesty, symbolism, reflection, bravery, brilliance, calmness, care, charity, childhood, clarity, cleverness, coldness, comfort, communication, dreams, education, failure, faith. ഇതെല്ലാം നൗണിന് എക്സാമ്പിൾസ് ആണ്. സ്പെഷ്യലി നമ്മുടെ അബ്സ്ട്രാക്ട് നൗൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? സോ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ട് ഒരു ഫോം ഉണ്ടായിരിക്കുകയില്ല, ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഇനി ഞാൻ സമയം തരാം. അടുത്ത് കളക്റ്റീവ് നൗൺ. ഇതും നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റും. കളക്റ്റീവ് നൗൺ ആ പേര് തന്നെയുണ്ട്, കളക്റ്റീവ്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കളക്റ്റീവ് കളക്ഷൻ എന്ന് പറഞ്ഞു. സോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതലുള്ളതെല്ലാം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോർ ദാൻ 2 അത് നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അതായത് ആളുകളുടെ ഒരു ഗ്രൂപ്പ് ആകാം, വസ്തുക്കളുടെ ഒരു ഗ്രൂപ്പ് ആകാം, ഒബ്ജക്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആകാം. ഇതെല്ലാം കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ പറയാണ് ഷീപ്പ്. ഷീപ്പിന് നമ്മൾ ഹേർഡ് എന്ന് പറയും. ഹേർഡ് ഓഫ് ഷീപ്പ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, പ്രൈഡ് ഓഫ് ലയൺസ്, pack of wolves, colony of ants. Then ട്രൂപ്പ് അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ്. ഇതെല്ലാം നമ്മുടെ കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ പറയാണ് ഗ്യാങ്. ഗ്യാങ് കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ സാധാരണ ഗ്യാങ് എന്ന് പറയുന്നത് അല്ലെ? കള്ളന്മാരുടെ ഗ്രൂപ്പിനും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിനും നമ്മൾ ഗ്യാങ് എന്ന് പറയും. അപ്പൊ അതൊക്കെ കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിന് നമ്മൾ ബാൻഡ് എന്ന് പറയും. സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് ക്വയർ എന്ന് പറയും. ഓക്കെ, ആൻഡ് മങ്കീസിന്റെ ഗ്രൂപ്പിന് നമ്മൾ ട്രൂപ്പ് എന്ന് പറയും. അപ്പൊ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മങ്കീസിന്റെ ഒക്കെ നമ്മൾ പറയുമ്പോൾ ട്രൂപ്പിന്റെ സ്പെല്ലിംഗ് ഇതാണ്. പക്ഷെ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരുടെ ട്രൂപ്പ് എന്ന് പറയുന്നത്, ആളുകളുടെ ട്രൂപ്പ് ഇൻ ദ സെൻസ് നമ്മൾ പറയുന്നത് ഇപ്പോ എന്താ പറയാ, ആക്ടേഴ്സിന്റെയോ ഡാൻസേഴ്സിന്റെയോ ഒക്കെ ഗ്രൂപ്പിന് നമ്മൾ ട്രൂപ്പ് എന്ന് പറയും. യെസ്, ആ ട്രൂപ്പിന്റെ സ്പെല്ലിംഗ് ഇതാണ്, TROUPE. അതപ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ട്രൂപ്പിന്റെ സ്പെല്ലിംഗ് ഇപ്പൊ നോക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കാം. ഓക്കെ, സോ ട്രൂപ്പിന്റെ ഒക്കെ സ്പെല്ലിംഗ്. ദെൻ നമ്മള് പറയും യെസ്. ഓക്കെ, പെണ്ണൊന്നും എടുത്തോട്ടെ. ഓക്കെ, പെണ്ണ് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് പോയി. അത് പെണ്ണ് വന്നില്ലല്ലോ. ഓക്കെ, നമ്മള് എടുക്കാണ് ക്രോസ്. അതായത് കാക്കകളുടെ ഗ്രൂപ്പിന് നമ്മൾ പറയും മേർഡർ. കാക്കകളുടെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നതാണ്
murder of crows എന്ന് നമ്മൾ പറയും. അതുപോലെ ആൻസിന്റെ ഗ്രൂപ്പിന് ആർമി ഓഫ് സോൾജേഴ്സ് എന്നും പറയും. ആർമി ഓഫ് ആൻസ്, ഉറുമ്പുകളുടെ ഗ്രൂപ്പിന് ആൻസിന് നമ്മൾ ആർമി എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കളക്റ്റീവ് നൗൺസുമായിട്ട് നിങ്ങൾ ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് എടുത്തു പറയുന്നില്ല കളക്റ്റീവ് നൗൺസ് എന്ന് സിലബസിൽ എടുത്തു പറയുന്നത് നൗൺസ് എന്ന് മാത്രമാണ്. ഇപ്പൊ ചില എക്സാമിനൊക്കെ സിലബസിൽ നമുക്ക് കളക്റ്റീവ് നൗൺസ് എന്ന് എടുത്ത് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഇൻക്ലൂഡഡ് ആണ്. നൗൺസ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ നമുക്ക് വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. മാക്സിമം കളക്റ്റീവ് നൗൺസ് കളക്ട് ചെയ്യാം. കളക്റ്റീവ് നൗൺസ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.